ബിഗ് ബോസ് മലയാളം സീസൺ 7 ലൈവില് ഇപ്പൊ കുറച്ചു മുമ്പ് അനീഷ് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന്റെ ഒരു അവസാനം കൺക്ലൂഷൻ എന്നുള്ള പോലെ നെവിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും പ്രശ്നം എന്താണെന്ന് അറിയോ നെവിനെ? മോർണിംഗ് സോങ് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ ഫുഡിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങാതെ കിടന്നു. അവിടെ കിടക്കുമായിരുന്നു. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ പോയില്ല. അതാണ് ഇത്രയും പ്രശ്നം ഉണ്ടാവാനായിട്ടുള്ള കാരണം. നൂറൊക്കെ അവിടെ പല രീതിയിലുള്ള ഹെൽത്ത് ഇഷ്യൂസും ഒക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോയില്ല എന്ന് അനീഷ് പറയുന്നുണ്ട്, നെവിന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെവിൻ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ 3 പേരും ഉണ്ടല്ലോ, 3 പേരും തെറ്റ് സമ്മതിച്ചു കൊടുക്കുന്നുണ്ട്. 3 പേരും തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അക്ബർ ആണെങ്കിലും ആര്യൻ ആണെങ്കിലും നെവിൻ ആണെങ്കിലും അവർക്ക് തെറ്റ് പറ്റിപ്പോയി. അവർ ഇന്നലെ ആ ഒരു പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യം അവർ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നെവിൻ ആണെങ്കിലും അനീഷിന്റെ അടുത്ത് തെറ്റ് പറ്റിപ്പോയി അനീഷ് ഏട്ടാ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. ചായ കൊടുക്കാൻ പോയപ്പോഴാണ് കേട്ടോ അനീഷ് ഇത് പറയുന്നത്. നെവിന്റെ ചായയാണ് നെവിൻ അനീഷിന് കൊടുക്കുന്നത്. അപ്പൊ ഈ ഒരു കാര്യം ഇത് അനീഷ് ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം സംഭവിച്ചത്. നിങ്ങൾ ഫുഡ് ഉണ്ടാക്കാനായിട്ട് പോയില്ല, മോർണിംഗ് സോങ് കഴിഞ്ഞാൽ അവിടെ കിടക്കുമായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ ഒരു ഭാഗമൊന്നും ഞാൻ കണ്ടിട്ടില്ല. അനീഷ് പറയുന്നത് വെച്ചിട്ടാണ് പറയുന്നത്. അനീഷിന് അങ്ങനെ ഒരു കള്ളം പറയേണ്ട ആവശ്യവുമില്ല. അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ രാവിലത്തെ ഈ ഒരു പ്രശ്നം. ഇപ്പൊ കെട്ടടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ ബിഗ് ബോസ് കൊടുക്കും. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട്, ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.